ബ്രോ അപ്പം പടം ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അതെ. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഈ ഒരു ചെറിയ സിനിമ 1.5 ലക്ഷം രൂപ മാത്രം ബഡ്ജറ്റിൽ ഇന്ത്യൻ സിനിമയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടൊരു മൂവി തിയേറ്ററിലേക്ക് എൻട്രി ചെയ്തപ്പോൾ കിട്ടിയ തിയേറ്റർ റെസ്പോൺസ്, മേജർ സിനിമകളിൽ കളിക്കുന്ന സ്ക്രീനുകളെല്ലാം തന്നെ ഹൗസ്ഫുൾ ഷോസ് ഓടിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടല്ലോ എന്നുള്ളത്. ഇതുപോലെ ഒരുപാട് നല്ല കലാകാരന്മാർക്ക് അവരുടെ കഴിവുകളെ അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. ഇതൊരു കോമഡി ചിത്രമൊന്നുമല്ല, ഫാമിലി ഡ്രാമയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു ലൈഫിലായിട്ടുള്ളൊരു മൂവിയാണിത്. ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തപ്പോഴും നമ്മൾ ഒരു തിയേറ്റർ ആംബിയൻസ്, ആ ഒരു സെറ്റപ്പ് നമ്മൾ മാക്സിമം എല്ലാ വിധത്തിലും കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ. കാരണം ഞങ്ങളൊരു മെയിൻ ആക്ടർ, ലീഡ് ആക്ടർ ഞങ്ങളോടൊപ്പം ഇല്ല എങ്കിലും അവൻ്റെ നാട്ടിലൊരു ഷോ കളിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു സ്ക്രീനിൽ അവസരം കിട്ടി എന്നുള്ളതിൽ, പിന്നെ എല്ലാവരുടെയും തന്നെ ലൈഫ് സർവൈവ് ചെയ്ത് പോകുമെന്നുള്ള വിശ്വാസവും കൂടെ ഉണ്ട് ഈ ഒരു മൂവിക്ക് പുറകിൽ. പക്ഷേ എല്ലാവരും നന്നായിട്ട് നല്ല രീതിയിലുള്ളൊരു വലിയൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. ഫിലിം കണ്ടിറങ്ങിയവരുടെ ഭാഗത്തുനിന്നും, കോഴിക്കോട് ഭാഗത്തുനിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് നല്ലൊരു റെസ്പോൺസ്, ഒരു നല്ലൊരു ഫ്യൂച്ചറിലേക്കുള്ളൊരു ചാൻസായിട്ട് എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ ഒരു എഫേർട്ടിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നതിൽ. ഇതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് പറ്റിയത് തന്നെ ഞങ്ങളുടെ എല്ലാവരും ഒരു ഭാഗ്യമായിട്ട് എടുക്കുക അല്ലേ. അപ്പോൾ എല്ലാ പുതുമുഖ ആർട്ടിസ്റ്റുകളാണ്. അവരെല്ലാവരും അവരുടേതായ പെർഫോമൻസ് എല്ലാം നല്ലോണം ചെയ്തു. അത് കണ്ട് ഇഷ്ടമായതിൻ്റെ ഇതായിട്ട് ഞങ്ങളെല്ലാവരും കൂടി എന്താ പറയുക, ആ ഒരു ഹാപ്പി മൂഡിലാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ അത് പറയുമ്പോൾ സങ്കടം തോന്നും. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ 3 പേരുണ്ട്. അവരെല്ലാവരും ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ഓർക്കുന്നു. പിന്നെ എന്താ പറയുക, വളരെ സന്തോഷമാണ് ഈ മൂവി ഇത്രയും ഇതിലൊക്കെ ചെയ്തിറക്കാൻ പറ്റിയതിൽ. ഇപ്പോൾ വേറെ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു ബേബി പുറത്തോട്ട് വരുന്ന ഒരു പ്രതീതിയും ആ ഒരു പ്രതീക്ഷയാണ് ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഒരു വികാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മുഹൂർത്തങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡയറക്ടറാണെങ്കിലും അത് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ച, അത് മ്യൂസിക് ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹാപ്പി മൂഡിലൂടെയാണ് ആ സമയത്ത്. കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ നമുക്കത് കണ്ടു തീർക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഒരു എഫേർട്ട് നമ്മുടെ വലിയ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ നമ്മളൊരു ഫേസ് കാണുക എന്നുള്ളത് ഏതൊരു കലാകാരൻ്റെയും വലിയൊരു മോഹമാണ്. അപ്പോൾ ഞങ്ങൾക്കത് സാധിക്കുന്നതിലുപരി ഞങ്ങളുടേതായിട്ടുള്ള ഓരോ കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾക്കിതിൽ ചെയ്യാൻ സാധിച്ചു. അത് സക്സസ് ആവുക, അല്ലെങ്കിൽ പ്രേക്ഷകർ അതിനെ ആസ്വദിച്ചുകൊണ്ട് അതിനുള്ള റിവ്യൂ പറയുക, അത് നമ്മൾ കേൾക്കാനിടയാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ബാക്കി നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സമാന്തരമായിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ താമരശ്ശേരിയിലും ബാലുശ്ശേരിയിലൊക്കെ ഷോ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല നല്ല റിപ്പോർട്ട്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു, നിങ്ങളങ്ങ് ഏറ്റെടുക്കുക. ഓക്കെ, ഇനി ഫസൽ. കുറേ വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു ദിവസം. ആ സ്വപ്നം പൂവണിഞ്ഞ ദിവസമാണ്. അത്രയും ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഏറ്റെടുത്ത് നിങ്ങൾ ഈ സിനിമ വിജയിപ്പിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. മാക്സിമം അടുത്ത ഓരോ ദിവസങ്ങളിലും പോയി സിനിമ കാണുക, അത്രേ പറയുന്നുള്ളൂ. ബാലുശ്ശേരി ഹൗസ്ഫുള്ളാണ്. താമരശ്ശേരി 13 മുതലുണ്ട്. ഞങ്ങളൊക്കെ അവിടെ കാണും. ഇപ്പോൾ ഇന്ന് എറണാകുളത്തുനിന്ന് പോകും. എന്തായാലും മാക്സിമം ആൾ കാണാൻ നമുക്ക് ആദ്യം മുതലേ സപ്പോർട്ട് തരുന്ന ടീമാണ് സെല്ലുലോയിഡ്. പ്രത്യേകം ഭയങ്കര നന്ദി. താങ്ക് യു. അതെ, അജിൻ ബ്രോക്കും. അതെ. ഓക്കെ, ബാബുവിന് എന്തെങ്കിലും സംസാരിക്കണ്ടോ? അപ്പോൾ ഞങ്ങളിപ്പോൾ പടം കണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പീറ്റർ സാറായാലും ഡയറക്ടറായാലും എല്ലാവരും പറഞ്ഞ് അഭിനയം നന്നാക്കി, ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. കൂടാതെ പടം നല്ല ഹാപ്പിയിൽ ഞങ്ങൾ കാണുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളെ സുഹൃത്തുക്കൾ 3 ആളിൽ നിന്ന് പോയി. ഒന്നിൻ്റെ കൂടെപ്പുറപ്പായിരുന്നു അൻഷിത്, എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് അച്ചാന് വല്ല സ്ക്രീനിൽ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് വിഷമമായി പോയി. അതേ ഉള്ളൂ. അതായത് എല്ലാവരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു മരിച്ചില്ല, ഞങ്ങളെ കൂടെ ഉണ്ട്. ഷോക്കായി പോയി ശരിക്കും പറയുകയാണെങ്കിൽ. ഞങ്ങളെ കൂടെ ഉണ്ട്. അവരും കാണട്ടെ, ഒരു അദൃശ്യ ലോകത്തുനിന്ന് അവരും കാണുന്നുണ്ട് ഇതൊക്കെ.
ഓക്കെ എനിക്കത് പറയാലോ, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. സന്തോഷം. എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങൾ വിചാരിച്ചതിലൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനിയും സപ്പോർട്ട് തരിക. നിങ്ങളെ പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളെ ബാലുശ്ശേരിയിലും താമരശ്ശേരിയിലൊക്കെ ഹൗസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ഇത് തന്നെ തുടർന്ന് പോകാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, നമ്മൾ തുടക്കക്കാരായ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പോരായ്മകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ വിമർശിക്കുക. അത്രയ്ക്കേ ഉള്ളൂ. താങ്ക് യു. എന്തായാലും ഒത്തിരി സന്തോഷം. പടം കണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. അതിൽ പാടാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. ഹസീബിക്കൊക്കെ കൂടെ മൂപ്പരെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത ഒരു പാട്ട് എനിക്ക് കൂടെ പാടാൻ കഴിഞ്ഞു. ഒത്തിരി സന്തോഷം. നന്നായിട്ട് പാടിയെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവരുടെയും നല്ല നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അതെ, അതിലെ ആ പാട്ട് ഞാനും ദിലിനെയും കൂടി ചേർന്ന് പാടിയതാണ്. അത് എഴുതിയത് മ്യൂസിക് ഡയറക്റ്റ് ചെയ്തത് ഞാനാണ്. അപ്പോൾ അത് നിങ്ങൾ ചെറുതായിട്ട് നമ്മുടെ അത് വലുതായിട്ട് നിങ്ങൾ റീൽസിൽ അങ്ങോട്ട് ഏറ്റെടുക്കുക. നിങ്ങളത് ഷോർട്ട് വീഡിയോ ആക്കി ചെയ്യണേ. താങ്ക് യു. ഡയറക്ടർ പടം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ സന്തോഷം. കാര്യം കോടികളുടെ സിനിമ പ്രൊജക്റ്റ് നടക്കുന്ന ഈ ഒരു സമയത്ത് കേവലം 1.5 ലക്ഷം കൊണ്ട് അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ താഴെയുള്ള ചെറിയൊരു ബഡ്ജറ്റ് കൊണ്ട് ഇത്രയും വലിയൊരു മനോഹരമായിട്ടുള്ളൊരു സിനിമ, അതിൻ്റെ അണിയറ പ്രവർത്തകരാണ് നിൽക്കുന്നത്. കൂടുതൽ ദിവസങ്ങളിൽ ആ സിനിമ വളരെ വിജയകരമായിട്ട് തന്നെ മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡയറക്ടർ ജെറിൻ ആണെങ്കിലും പ്രൊഡ്യൂസർ പീറ്റർ സാറാണെങ്കിലും വിന്നി ജെയിംസ് തിരക്കഥ, ഇതിൽ അഭിനയിച്ച ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവരും വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. അല്ല, എന്താ പറയുക, സിനിമയല്ലേ മോനെ, അല്ലേ? വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഒരാൾ വരുമ്പോൾ മറ്റേ ആൾ മാറിക്കൊടുക്കേണ്ടി വരും, അല്ലേ?